Ladies and gentlemen, this is Adarsh and welcome to my comedy. തമിഴിൽ നിന്ന് ഒരു റൊമാൻറ്റിക് ത്രില്ലർ ഇപ്പൊ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജയുടെ പടം. ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ ഞാൻ കണ്ടതാണ്. എന്നാൽ കണ്ടു കഴിഞ്ഞപ്പോ എജ്ജാതി അപരാധം. അപരാധം പറഞ്ഞ പീക്ക് അപരാധം. ഷട്ടറുണ്ട്, മാറിത് വാനില്ല സ്ട്രോബെറി. സോ ഇതില് നമ്മുടെ നായകൻ അനാഥനാണ്. അഗെയിൻ അനാഥനാണ്, പക്ഷെ ഗുണ്ടയല്ല. ഒരു IT ഫേമിലാണ് ആള് വർക്ക് ചെയ്യുന്നത്. റൊമാൻസ് പറഞ്ഞിട്ട് ഇതിൽ കുറച്ച് പേക്കൂത്ത് കാണിക്കുന്നുണ്ട്. ഇജാതി കർമ്മം കണ്ട്രാവി ഞാൻ ഒരു പടത്തിലും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ സിനിമയില് ആ ഒരു പെണ്ണേ ഉള്ളൂ, ഈ ലോകത്തിൽ ഒരു പെണ്ണേ ഉള്ളൂ. ആ പെണ്ണിന് വേണ്ടി കടിപിടി കൂടുന്ന കുറെ എണ്ണങ്ങളാണ്. ഒരു മുതുക്കൻ പൊളിറ്റീഷ്യൻ ഉണ്ട്, കുഴിക്ക് കാല് നീട്ടിയിരിക്കുകയാണ്. അയാൾക്ക് 10-25 വയസ്സായ ഒരു കൊച്ചിനെ കെട്ടണം. എന്താ ചോദിച്ചപ്പോ ജോൾസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ജോൾസ്യൻ പറഞ്ഞു ഈ കൊച്ചിന്റെ ജാതകം അടിപൊളിയാണ്, കെട്ടിക്കഴിഞ്ഞാൽ വെച്ചടി കയറ്റുമായിരിക്കും. അപ്പോഴേക്കും തന്നെ ഞാൻ എന്റെ പണ്ടാട്ടിയെ ചവിട്ടി പുറത്താക്കി. വേറൊരു BMW വരുന്ന ഒരു മൊണ്ണയുണ്ട്. ഇത് മിനിസ്റ്ററിന്റെ മകളാണ്. ഇവളെ കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സകലമാന കടങ്ങളും വീട്ടാൻ പറ്റും പറഞ്ഞ് നടക്കുന്ന ഒരു മൊണ്ണ. ആൻഡ് അടുത്ത മൊണ്ണ നമ്മുടെ ജയ്. ഒരു പെങ്കൊച്ചിനെ കണ്ടപ്പോഴേക്കും ആൾക്ക് ലവ് ഇറ്റ് ഫസ്റ്റ് നൈറ്റ് അല്ല, ഫസ്റ്റ് നൈറ്റ്. അതൊക്കെ സഹിക്കാം. എന്താ അത്ര ലവ് ഇറ്റ് ഫസ്റ്റ് നൈറ്റ് വരാൻ കാരണം? ആ കൊച്ചു പിച്ചക്കാരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അതൊക്കെ സഹിക്കാം. എന്നിട്ട് ഈ കൊച്ചിനെ ഇവൻ ഒരു ക്ലബിൽ വെച്ചിട്ട്, ആ പബ്ബിൽ വെച്ചിട്ട് കാണും. അക്കാടി മുക്കാടി കൊക്കാടി പറഞ്ഞിട്ട് കണ്ട്രാവി പിടിച്ചൊരു പാട്ടവൻ പാടും. അത് കണ്ടിട്ട് ആ കൊച്ചു ഫ്ലാറ്റ്. ഇതില് നമ്മുടെ തളപതി വിജയ് ഫാൻ ആയിട്ടാണ് ജയ്. അതുകൊണ്ട് തന്നെ വിജയുടെ മാനറിസം തൂറി മെഴുകാണ് ജയ് ഇതില്. അതൊക്കെ ഭയങ്കര കോമാളിത്തരായിട്ട് തോന്നുന്നത്. വിക്രാന്തിനെ അറിയോ? വിക്രാന്ത് വിജയുടെ മാനറിസം ചെയ്യുമ്പോ അത് അടിപൊളിയായിട്ടും ജയ് ചെയ്യുമ്പോ വളുപ്പായിട്ടാണ് തോന്നുന്നത്. അയ്യോ, റൊമാൻസ് വേണ്ടി കാണിക്കണ കണ്ടു കഴിഞ്ഞാൽ തൊലിയുരിഞ്ഞു. ഈ പെണ്ണിന്റെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുമ്പോ വിക്രാന്ത് പോയിട്ട് നെഞ്ചും പിരിച്ചു നിൽക്കണു. എന്നാ മോളെ ഞാൻ രക്ഷിക്കാ പറഞ്ഞിട്ട്. ആ മൊമെന്റിൽ ആ പെണ്ണ് പറയാണ് നമുക്ക് പോയി കല്യാണം കഴിക്കാം. കല്യാണം കഴിഞ്ഞു, ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു, 2 ദിവസത്തിന്റെ ഉള്ളിൽ ലവ് യു ഡി പൊണ്ടാട്ടി, ലവ് യു ഡി പുരുഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഔന്നാണ് പറയാൻ തോന്നിയത്. ആൻഡ് നമ്മുടെ KGF-ലെ വില്ലൻ ഗരുഡനാ കാക്കയാ പരുന്താരോ ഇല്ലേ, അങ്ങേരെ പീക്ക് കാമപ്രാന്തനായിട്ടാണ് ഈ സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങേർക്ക് എത്ര റിസോർട്ട് ഉണ്ട്, ആ റിസോർട്ടിലൊക്കെ ഒളിക്യാമറ വെച്ചിട്ട് ഈ സീന് കണ്ടിട്ട് സൂഹിക്കുന്ന ഒരുത്തനായിട്ട്. അയ്യോ, അങ്ങേരൊക്കെ നിലവാരം ആലോചിച്ചു. ഒരു കാലത്ത് എജാതി വില്ലനിസം കാണിച്ച മനുഷ്യൻ KGF-ല് ഇജാതി കാമപ്രാന്തനായിട്ട്. പിന്നെ അണ്ണനെയൊക്കെ 1 മിനിറ്റിൽ ഭിത്തി കേട്ടിട്ടുണ്ട്. അതൊന്നും എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഫസ്റ്റ് ഹാഫ് ഫുൾ ഇവരുടെ പീക്ക് കോമാളിത്തരം, ജയുടെ പീക്ക് വെറുപ്പിക്കല്. ആൻഡ് യോഗി ബാബു ഒക്കെ എജാതി വെറുപ്പിക്കലാണ്. പണ്ടൊക്കെ യോഗി ബാബുവിന്റെ കോമഡി സീൻസ് ഒക്കെ അടിപൊളി, ഇപ്പൊ പീക്ക് വെറുപ്പിക്കല്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് പടം വരും. പടം ത്രില്ലറാണ്. ത്രില്ലറാണെന്ന് ആര് പറഞ്ഞു? അവര് പറഞ്ഞാണ്, നമുക്കൊന്നും തോന്നില്ല. ത്രില്ലറാണ് ഇത്ര. ഏത് ഈ അപരാധം. ജയുടെ ഒരു ഇമോഷണൽ സീൻ ഉണ്ട്. അയ്യോ, സെന്റി അടിച്ച് കരയണത് കടന്ന് ചിരിക്കുകയായിരുന്നു ഞാൻ ഇരുന്നിട്ട്. ജയ് ഇല്ലേ, ജയ് ഏതൊക്കെ സിനിമ വേണ്ട വെച്ചോ അതൊക്കെ പീക്ക് ഹിറ്റുകളാണ്. ഇപ്പൊ നോക്കി വിനയ് താണ്ടി വരുവായൊക്കെ അണ്ണൻ പറഞ്ഞിട്ട് അണ്ണൻ വേണ്ട വെച്ചു ഇത്ര. അണ്ണൻ എന്നിട്ട് ഇജാതി അപരാധത്തിലൊക്കെ കയറി. ജയ് അഭിനയിക്കുന്നതൊക്കെ അപരാധങ്ങളുമായിരിക്കും. സോ ഈ അടുത്ത കാലത്ത് എനിക്ക് ലേബൽ പറഞ്ഞിട്ട് എന്തോ ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമായിരുന്നു കുറച്ച് നല്ലതുണ്ടായിരുന്നു. അണ്ണാ നിങ്ങൾ തന്നെയാണ് ആ 2 ബസ് കൂട്ടിയിടിച്ചിട്ട് ആ പടമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് കിടു പടമായിരുന്നു അതൊക്കെ. ഇത് ഇങ്ങേരെ കുറെ കോമാളിത്തരം. ഫസ്റ്റ് സീനിൽ തന്നെ ജയിനെ കാണിക്കുന്നത്, ജയ് കാമുകിയെ കാണാനില്ലാണ്ട് പശു അയവറക്കണ പോലെ എന്തൊക്കെ തിന്നിട്ട് വരുന്നതാണ്. ആ സീന് കണ്ടപ്പോ തന്നെ നിർത്തിപ്പോയാനാ തോന്നിയിട്ടുണ്ടായിരുന്നു. എജാതി ആർട്ടിഫിഷ്യാലിറ്റിയാണ് ഈ പടത്തിൽ എന്നറിയോ. ആമസോൺ പ്രൈമിലാണ് ഷട്ടർ, മാറിത്, സ്ട്രോബെറി ഈ സ്ട്രീമിങ്. സോ വേണ്ടവര് കണ്ടു നോക്കി. എനിക്ക് പീക്ക് അപരാധമായിട്ട് തോന്നി. കർമ്മം കണ്ട്രാവി എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു പടമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. നക്കിയ പടം, ചുരുക്കി പറഞ്ഞാൽ നക്കിയ പടങ്ങളിലുള്ള ലിസ്റ്റിലോട്ടുള്ള പുതിയ എൻട്രിയാണ് സ്ട്രോബെറി. സോ വേണ്ടവർ കണ്ടു നോക്കുക. ദിസ് മൂവി സ്ട്രീമിംഗ് ഓൺ ആമസോൺ പ്രൈം. കാണുകയാണെങ്കിലും വലിയ പ്രതീക്ഷയൊന്നും വെച്ചിട്ട് പോവാതിരിക്കുക. ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു വാണ്ട്.